താഴെ പൊട്ടിക്കിളിക്കുന്നുണ്ട്. ഇവിടെ മൊത്തം നീറ, മൊത്തം നീറ. താഴെ പൊട്ടിക്കിളിക്കുന്നുണ്ട്. ചാമ്പങ്ങ ഇല്ലേ, എൻ്റെ ചെറുതാ. ഇതുണ്ട. ഇനി അപ്പുറത്തുണ്ടേ മറ്റേ ഒടിച്ചുകൂട്ടിച്ചീര. ഇനി ആ വശത്ത് ഇപ്പം ഉണ്ട്. കോവയ്ക്ക മിനിങ്ങാന്നും ഇത്രയും കിട്ടിയത്, അതിൻ്റെ തലേദിവസവും കിട്ടിയത്. മഴയായതുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ടാവുന്നുണ്ട്. ഇത് കണ്ടോ, ഇത് തീയൽ വെക്കാം. പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാം വേറൊരു ദിവസം. ഒരു ദിവസം ഒരു കറി. ഇതിൻ്റെ അപ്പുറത്ത് വശത്ത് ഒടിച്ചുകൂത്തിച്ചീര കുറേ കൂടെ നിൽപ്പുണ്ട്. അതെടുത്താൽ ഇന്ന് തോരൻ വെക്കാം, മുട്ടയിട്ട് തോരൻ വെക്കാം. അങ്ങനെ ഇരിക്കുന്നു. ബാക്കി റംബുട്ടാൻ കാണിച്ചു കൊടുത്തേ. റംബുട്ടാൻ ബാ. റംബുട്ടാൻ എല്ലാ പ്രാവശ്യത്തെയും പോലെ മരത്തേല് ഇഷ്ടം പോലെ മണൽത്തരി പോലെയുണ്ട്. താഴെതാ അതുപോലെ താഴോട്ടും പോകുന്നുണ്ട്. കാണിച്ച് താഴെ മണൽത്തരി പോലെ ഇങ്ങനെ ഇഷ്ടം പോലെ കിടപ്പുണ്ട്. എല്ലാം പൊഴിഞ്ഞ് മഴ പെയ്യുമ്പം എല്ലാം പൊഴിഞ്ഞു പോകും. കണ്ടോ, ഇനി സൂം ചെയ്ത് കാണിച്ചു കൊടുത്ത്. മേളിൽ ഇഷ്ടം പോലെ മരം നിറച്ചുണ്ട്, നിറച്ച്. അതെല്ലാം കുറേ ഇങ്ങനെ പൊഴിഞ്ഞു പോകും. ചൂടല്ലേ, എന്നിട്ട് മഴയും പെയ്യുമ്പം. ഇതുണ്ട് നമ്മളുടെ ആത്ത വീണ്ടും ആയി. ആ മാങ്ങ നമുക്ക് പറിക്കുവാണെങ്കിലേ ചക്കക്കുരു മാങ്ങ. നമ്മളുടെ ആ മറ്റേ ഒടിച്ചുകൂത്തിച്ചീരയും കൂടെ ഒന്ന് ഇതുണ്ട്. ഈ കോവയ്ക്ക കോഴിക്ക് ഇതാ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീട്ടിലൊരു ചർച്ചിലെ ഒരു ഫാമിലി വന്നപ്പോൾ പറിച്ചതേ. ഇത് കണ്ടപ്പം നല്ല സൗന്ദര്യമല്ലേ, കഴിച്ചതാ. അയ്യോ ഭയങ്കര കയ്പ്പ്. കാട്ടുകോവയ്ക്ക. ഞാനിത് അരിഞ്ഞ് കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് കോഴിക്ക് കൊടുക്കും. കോഴി ഫുള്ള് കഴിക്കും. ഇന്നലെ ഞാൻ ഒരു ഒറ്റ ബേസൺ നിറച്ച് ഇങ്ങനെ അരിഞ്ഞു കൊടുത്തു. ഇന്നലെ ഞാൻ പറിച്ചായിരുന്നു ഫുൾ. ഇത് കാണാതെ കിടന്ന. എന്നിട്ട് അത് അരിഞ്ഞ് ഞാൻ കൊടുത്തു. ഇപ്പം ഇന്ന് ഇത് നമുക്ക് ഇത്ര ഇനിയപ്പോൾ ഇതുണ്ടോ പൊടിച്ചുകൂട്ടിച്ചീര. ഇത് കണ്ടോ, ഇത് ഞാൻ നമ്മളുടെ പുതിനയില ഈ കട്ടിയുള്ള കമ്പ് ഞാനിങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെച്ചതാ. ഇത് കണ്ടോ പൊട്ടിക്കിളിക്കുന്നേ. അവിടെ ഇരുന്നോളും, നല്ലതായിട്ടുണ്ടാകും കേട്ടോ. ഇതൊന്ന് പറിക്കട്ടെ. തേങ്ങ വീഴുവോ? ഒളിച്ചു നിർത്തുമ്പോൾ അടുത്തത് ഒന്നായിപ്പോൾ. നമുക്കൊരു തോരന് ഇത് മതി. ഏതാ മുരിങ്ങയില, തേങ്ങ വീഴും. 2 എണ്ണം ഉണങ്ങി വീണതാ. അടുത്തത് വീണെങ്കിലേ ഇന്ന് ഉച്ചയ്ക്ക് ചൂടോടെ മുട്ടയിട്ട് തോരൻ വെക്കാൻ ഇത് മതി. ഇത് നാളെ തീയൽ വെക്കും. ഇതിൻ്റെ പകുതി മതി ഞങ്ങൾക്ക് തീയലിന്. പിന്നെ ഇത് നാളെ കഴിഞ്ഞ് ദൈവം സഹായിച്ച കോവയ്ക്കാൻ മെഴുക്കുവരട്ടി നല്ല ഡ്രൈ ഫ്രൈ ആക്കി എടുക്കണം. നമ്മുടെ മുല്ല കാണിച്ചു കൊടുത്ത് വള്ളിമുല്ല ഇരിക്കുക. അയ്യോ, ചക്ക കാണിച്ച് സ്വർണ്ണം നോക്കി. വെളുത്തുകളൊക്കെ കുറച്ചുകൂടെ മുള്ളു വിരിഞ്ഞാൽ മതി. വറക്കാം. വേവിക്കാനും നല്ല, വറക്കാനും നല്ല. സൂപ്പറാണ്. പഴുത്താലും മധുരമുണ്ട്. അയ്യോ, കോഴിക്ക് വെള്ളം കൊടുത്തില്ല, കൊടുക്കട്ടെ. അപ്പോൾ ഇത് 1/2 കിലോ മത്തി വാങ്ങിച്ചിട്ടുണ്ട്. 120 രൂപ കേട്ടോ 1/2 കിലോ. ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് കല്ലും കൂടെ ഇതാ വെള്ളത്തിൽ ഒന്ന് പേസ്റ്റ് ആക്കുക. എങ്കിലേ കറിക്ക് രുചിയുള്ളൂ. അല്ലെ മുളക് പൊടി നമ്മൾ വഴറ്റുമ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മൾ ഉലുവായും കടുകും ഇട്ട് പൊട്ടിച്ചു.
അതിന് ശേഷം ചുമന്നുള്ളിയും, മത്തിക്കൊക്കെ ചുമന്നുള്ളി നല്ല, മത്തി അയല അതിനൊക്കെ ചുമന്നുള്ളി നല്ലതാണ്. ഒരുപാട് ദിവസം ഇരുന്ന അഴുക്കായി പോവും. പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് തീരുമില്ല. 1/2 കിലോ അല്ലേ ഉള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഒരു 3 ദിവസത്തേക്കുണ്ട് 1/2 കിലോ. ഇഞ്ചി, ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി, ഒത്തിരി ഇഞ്ചിയൊന്നും വേണ്ട. ഒരു 4 കുഞ്ഞ് ചുള വെളുത്തുള്ളിയും, പച്ചമുളക് ഇട്ടില്ല. മത്തിക്കൊക്കെ ആകുമ്പോൾ അധികം എരിവ് വേണ്ടല്ലോ. ഒരു 5-6 ചുമന്നുള്ളി, പിന്നെ കറിവേപ്പിലയും. അത് വഴന്ന് കഴിഞ്ഞപ്പം നമ്മൾ പേസ്റ്റാക്കി വെച്ച മുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് എണ്ണ തെളിഞ്ഞപ്പം തിളപ്പിച്ച വെള്ളം ഒഴിച്ചു. നമ്മുടെ ഇരുമ്പ് പുളിയാണേ, അതും ഇട്ടു. ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഞാൻ കുഞ്ഞു കഷ്ണങ്ങളാക്കി, മീഡിയം മത്തിയാണ്, വലിയ മത്തിയൊന്നുമല്ല, മീഡിയം മത്തിയാണ്. മീനൊക്കെ നല്ല വിലയാണ്. കൊഴുവ വാങ്ങിച്ച 1 കിലോ 200 രൂപ, 1/2 കിലോ മത്തി 320 രൂപ മൊത്തം. ഞാൻ കുഞ്ഞു പീസാക്കി നുറുക്കി. ഒരു മത്തിയായിട്ട് മൊത്തം അങ്ങ് ഇട്ടാൽ പെട്ടെന്ന് അങ്ങ് തീരുവല്ലേ. അപ്പം ഞാൻ കുഞ്ഞു പീസാക്കി. പീര വെക്കാൻ ഞാൻ ഇച്ചിരി കൂടെ ചെറുതാക്കും കേട്ടോ. പീര വെക്കുന്ന ചിലർ പീരയ്ക്ക് ഇത്രയും വലുതാക്കും. അപ്പോൾ അതുപോലെ അങ്ങ് മുറിച്ചു, അല്ലെങ്കിൽ എളുപ്പം അങ്ങ് തീരും. നമ്മളുടെ ഇരുമ്പുളി നല്ല ടേസ്റ്റാണേ മീൻ കറി വെക്കാൻ വേണ്ടി. ആശറിനെ ഓർത്തു. ആശർ ഇരുമ്പുളി ഇട്ട് മത്തിക്കറി വെക്കും, അയലക്കറി വെക്കും, സൂപ്പർ ടേസ്റ്റാണ്. ആശറിനെ ഞാൻ ഓർത്തുപോയി. കുഞ്ഞു കഷ്ണമായിട്ട് പണ്ട് എൻ്റെ അമ്മ, ഞങ്ങൾക്ക് 4 പെൺപിള്ളേരല്ലേ, എൻ്റെ പൊന്നു ഒരു വരുമാനത്തിലെല്ലാം ഓടത്തില്ല. അപ്പനെ ഗവൺമെൻറ് ജോലിയാണെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഈ ഗവൺമെൻറ് ജോലിക്ക് വല്ല ശമ്പളം ഉണ്ടോ? 100-300 രൂപയൊക്കെയാണ് ശമ്പളം. എങ്ങനെ പിടിച്ച് നിൽക്കാനോ? വല്ലപ്പോഴും മേടിക്കും ശകലം മത്തി. അതൊക്കെ അമ്മ ഇതുപോലെ കുഞ്ഞു കഷ്ണമാക്കിയ കറി വെക്കുന്നത്. അത് ഉലുവയാണേ പൊടിച്ചത്. കറിയൊക്കെ റെഡിയായി. വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് ഉലുവ പൊടിച്ചതും ഇട്ട് നമ്മളെടുത്ത വാങ്ങിയ അകത്ത് കൊണ്ട് വെക്കുക. ഇത് വർക്ക് ഏരിയ അടുപ്പാണ്, വർക്ക് ഏരിയയിലെ ഗ്യാസേല. പിന്നെ അപ്പം അകത്ത് കൊണ്ട് വെച്ചു. അടുത്തത് കുറച്ച് കൊഴുവ ആരണ്ണ് വറുക്കാൻ വേണ്ടി. ഞാൻ കഴിച്ചില്ല, എനിക്ക് വറുത്തതിനോടൊന്നും വലിയ താല്പര്യമില്ല. കൊഴുവൊക്കെ പീര വെച്ചാൽ ഇഷ്ടമാണ്. അപ്പോൾ ആരണ്ണെ കുറേ ദിവസം ഓടിച്ചു വിടാമല്ലോ നമുക്ക്. അതുകൊണ്ട് ഞാൻ മൊത്തം അങ്ങ് അരച്ച് വരട്ടി. ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ട് നല്ലതായിട്ട് അരച്ച് വരട്ടി. ഇത് നമ്മളുടെ മീൻ വറക്കുന്ന തൃപ്പൂണിത്തുറയിൽ നിന്ന് വാങ്ങിച്ച പാത്രമാണ്. കറിവേപ്പില ഇട്ടാകുമ്പോൾ അടിക്ക് പിടിക്കത്തില്ലോ അങ്ങനെ. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു അമ്മ പണ്ട് ഞങ്ങളെ വളർത്തിയതേ. അതുകൊണ്ട് വീട്ടിൽ കടമൊന്നുമില്ല. കടം മേടിച്ച് ഒരു പരിപാടിയും ചെയ്യത്തില്ല, ഉള്ളതുകൊണ്ട് കഴിഞ്ഞു. അപ്പോൾ ആ മത്തിയൊക്കെ ഞാൻ ഓർക്കും, അതുപോലെ അരിഞ്ഞ അമ്മ കറി വെക്കുന്ന ഓരോ കഷ്ണവും ചാറും തരും. ഇതിപ്പോൾ ഞങ്ങളൊരു 4 കഷ്ണം എടുത്തിട്ടുണ്ട്. 3 കഷ്ണം ഞാൻ കൂട്ടി, ആരൺ 1 കഷ്ണമേ കൂട്ടിയുള്ളൂ. എന്നാ ടേസ്റ്റായിരുന്നെന്നറിയോ? ആരൺ ഈ മീൻ കൊഴുവ മുഴുവൻ കൂട്ടി. പിന്നെ ഇന്നലെ വൈകിട്ടത്തെ കഞ്ഞിയുടെ വൻപയറും